ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷിംജിദ മുസ്തഫ വല്ലാത്തൊരവസ്ഥയിലാണ് അവരിപ്പോൾ കഴിയുന്നത്. രാഷ്ട്രീയ നേതാവായി ഒരു വാർഡിലെ മെമ്പറായി വിലസിയിരുന്ന ഒരു വ്യക്തി. ആ വ്യക്തി ചെയ്ത തെറ്റിന്റെ പേരിൽ എന്റെ നാടായ വടകരയിൽ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയും അവിടെ വെച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. വല്ല സത്യവും ഉണ്ടാകുമെന്ന് കരുതി കൂടുതൽ ആ വിഷയത്തെപ്പറ്റി ഒന്നും പറഞ്ഞിരുന്നില്ല. കാരണം പെണ്ണായാലും ആണായാലും തെറ്റ് ചെയ്തവരെയാണ് ക്രൂശിക്കേണ്ടത്. ഒരാൾ തെറ്റ് ചെയ്തു, അതിനെതിരെ പ്രതികരിച്ചപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് കരുതി നാം ഒരിക്കലും ഒരു വ്യക്തിയെ ന്യായീകരിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യേണ്ടതില്ല. ഒരുപാട് സ്ത്രീകൾക്ക് ബസ്സുകളിലും അല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ചും പുരുഷന്മാരുടെ ശല്യം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പല സ്ത്രീകളും അതൊക്കെ പുറത്തു പറയാൻ മടിച്ചവരായിരുന്നു. അതിനുശേഷം സ്ത്രീകൾക്ക് അനുകൂലമായി ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരികയുണ്ടായി. അതിനെയൊക്കെ നമ്മൾ അംഗീകരിച്ചു. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് ഷംജിദയുടെ വിഷയത്തിലടക്കം നിയമത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഷിംജിദ ഇപ്പോൾ അകത്ത് കിടക്കേണ്ടി വന്നത്. ആണായാലും പെണ്ണായാലും ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും നീതി വേണം. പുരുഷനെ പേടിച്ച് സ്ത്രീകളും സ്ത്രീയെ പേടിച്ച് പുരുഷനും ജീവിക്കേണ്ട ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഈ അടുത്ത കാലത്തായി പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളെ പേടിച്ച് പുരുഷൻ ജീവിക്കേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എങ്ങനെയാണ് ഷിംജിദയെ അറസ്റ്റ് ചെയ്തത്? പോലീസിനെ കണ്ട് പൊട്ടിക്കരഞ്ഞ് ഷിംജിദ അതീവ രഹസ്യമായി മഫ്തിയിലെത്തി പോലീസ്. വിവാദ നായിക അകത്തായത് ഇങ്ങനെ. ദീപക് എന്ന നിരപരാധിയായ യുവാവിനെ മരണത്തിലേക്ക് തള്ളിവിട്ട വൈറൽ നായിക ഒടുവിൽ പോലീസ് പിടിയിൽ. ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് വ്യാജമായി പ്രചരിപ്പിച്ച് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന മകനെ ഇല്ലാതാക്കിയ വടകരയിലെ ലീഗ് വനിതാ നേതാവും അരീക്കോട് പഞ്ചായത്ത് മുൻ അംഗവുമായ ഷിംജിദ മുസ്തഫയെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെ ഇവർ ഒളിവിൽ പോയിരുന്നു. രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന പൊതുസമൂഹത്തിന്റെ ശക്തമായ നിലപാടിനൊടുവിൽ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഇവരെ പോലീസ് പിടികൂടിയത്. സോഷ്യൽ മീഡിയയിൽ റീച്ചിനു വേണ്ടി എന്തും കാട്ടിക്കൂട്ടാം, ആരെയും അപമാനിക്കാം എന്ന് കരുതുന്നവർക്കുള്ള ശക്തമായ താക്കീതാണിത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചോ സാമ്പത്തിക ശേഷി ഉപയോഗിച്ചോ രക്ഷപ്പെടാമെന്ന് കരുതിയെങ്കിൽ അത് തെറ്റാണെന്ന് ഈ അറസ്റ്റ് തെളിയിക്കുന്നു. CCTV ദൃശ്യങ്ങളിൽ ദീപക് നിരപരാധിയാണെന്ന് തെളിഞ്ഞതും പൊതുസമൂഹം ഒറ്റക്കെട്ടായി ആ കുടുംബത്തിനൊപ്പം നിന്നതുമാണ് ഈ അറസ്റ്റിലേക്ക് വേഗം വഴിവെച്ചത്. ദീപകിന്റെ അച്ഛന്റെയും അമ്മയുടെയും കണ്ണീരിന് നിയമത്തിലൂടെ തന്നെ മറുപടി ലഭിക്കണം. ഇത് വെറുമൊരു അറസ്റ്റ് മാത്രമല്ല, നിരപരാധികളെ വേട്ടയാടുന്ന സോഷ്യൽ മീഡിയ വിചാരണകൾക്കെതിരായ പോരാട്ടത്തിന്റെ ആദ്യ വിജയമാണ്. ഈ വിജയം നിലനിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പണത്തിന്റെയോ രാഷ്ട്രീയ സ്വാധീനത്തിന്റെയോ മറ്റേതെങ്കിലും പേരിൽ ഷിംജിദ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കാതെ രക്ഷപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ അത് മറ്റു പലർക്കും പ്രചോദനമാകും, നിരപരാധികൾക്ക് നിരാശയുണ്ടാക്കും, അത് മറ്റു പല പ്രശ്നങ്ങളിലേക്കും എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അർഹിക്കുന്ന ശിക്ഷ തന്നെ ഷിംജിദയ്ക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് പോകാം മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിദയുടെ വാദം തള്ളി റിമാൻഡ് റിപ്പോർട്ട്. CCTV പരിശോധിച്ചതിൽ ബസ്സിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ല.
അപകീർത്തികരമാകുന്ന രീതിയിൽ 7ഓളം വീഡിയോ ചിത്രീകരിച്ചതും ആത്മഹത്യാ പ്രേരണ നിലനിൽക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. VS രഞ്ജിത്ത് വിശദാംശങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരത്തിൽ വളരെ മോശമായി തന്നോട് പെരുമാറിയതിന്റെ പേരിൽ ചിത്രീകരിച്ച ഒരു വീഡിയോ അല്ല, മനഃപൂർവ്വം ഈ ഫോളോവേഴ്സിനെ കിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഷിംജിത ദീപക്കിനെ ഇരയാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു, ഒരു റീൽസ് ചിത്രീകരിക്കുകയായിരുന്നു. അങ്ങനെ ആ യുവാവിനെ മാനസികമായി തളർത്തുകയും അത് പിന്നീട് ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്തു എന്ന തരത്തിൽ റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണല്ലേ? അത് തീർച്ചയായിട്ടും ഈ കേസിൽ രണ്ട് വാദങ്ങളുള്ളത്. ദീപക്കിന് അനുകൂലിച്ചുള്ള വാദവും അതുപോലെ തന്നെ ഷിംജിതയ്ക്കായി പറഞ്ഞിരുന്ന ആളുകൾ, ഷിംജിതയ്ക്ക് വേണ്ടി വാദിച്ചിരുന്നവർ പറഞ്ഞിരുന്നത് ഒരുപക്ഷെ ബസ്സിൽ വെച്ച് അങ്ങനെ ദീപക്കിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടാകുകയോ ദീപക്കിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രകോപനത്തിൽ അല്ലെങ്കിൽ ഇത്തരം ശ്രമങ്ങളിൽ ഷിംജിതയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷിംജിത ചെയ്തത് ശരിയല്ലേ, ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടതില്ലേ എന്നൊരു ചോദ്യം എല്ലാവരും ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഒരു മോശം അനുഭവം, അസ്വാഭാവികമായ ഒരു സംഭവം ആ ബസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ ചിത്രീകരിച്ചതിൽ ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഷിംജിതയെ ന്യായീകരിക്കാമായിരുന്നു. പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് CCTV പരിശോധിച്ചതിലും അതോടൊപ്പം ബസ്സിലെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയതിലും ആ ബസ്സിനകത്ത് അസ്വാഭാവികമായി ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇരുവരും ബസ്സിൽ കയറുന്നുണ്ട്, സ്വാഭാവികമായി തന്നെ രണ്ടുപേരും ഇറങ്ങിപ്പോകുന്നുണ്ട്. ഒരു തരത്തിലുമുള്ള അസ്വാഭാവികത ഷിംജിത ആരോപിക്കുന്ന തരത്തിൽ ദേഹത്ത് തൊടുകയോ സ്പർശിക്കുകയോ ലൈംഗികോദ്ദേശത്തോടു കൂടി ഏതെങ്കിലും തരത്തിൽ പെരുമാറുകയോ അതിനെ തുടർന്ന് ബസ്സിൽ എന്തെങ്കിലും തരത്തിൽ അസ്വാഭാവിക സംഭവങ്ങൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രവുമല്ല, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രതി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു, നിയമത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടേണ്ടതാണ്. വടകരയിലോ അല്ലെങ്കിൽ ഈ സംഭവം നടന്ന പയ്യന്നൂർ ഭാഗത്തോ എവിടെയെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലും ഈ പെൺകുട്ടി, ഈ യുവതി ഒരു പരാതിയും കൊടുത്തിട്ടില്ല എന്ന് മാത്രവുമല്ല, ഇത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുമ്പോൾ ഇയാളുടെ മാനഹാനി സംഭവിക്കാനും ഇയാൾ ഒരുപക്ഷെ ആത്മഹത്യ വരെ ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നല്ല ബോധ്യമുണ്ടായിട്ടും ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിച്ചു. 7ഓളം വീഡിയോകൾ ചിത്രീകരിച്ചു. ആ ചിത്രീകരിച്ച വീഡിയോകൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കും എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ആദ്യമായി പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ ഷിംജിതയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ആരോപണം, അതായത് ദീപക് ഷിംജിതയെ ഉപദ്രവിച്ചു എന്ന മട്ടിൽ ആ വീഡിയോയിൽ പറയുന്നതും അതിന് ശേഷം പറയുന്നതും അക്കാര്യങ്ങളൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പോലീസ് ശേഖരിച്ച മൊഴിയുടെയും പോലീസ് ശേഖരിച്ച CCTVയുടെയും അടിസ്ഥാനത്തിൽ നോക്കിയാൽ അത്തരത്തിൽ അസ്വാഭാവികമായ സംഭവങ്ങളൊന്നും ബസ്സിനുള്ളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ട് എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും അടക്കമുള്ള സമൂഹ മാധ്യമ പേജുകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ തിരിച്ചെടുക്കേണ്ടതുണ്ട്. ഈ പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ പ്രതിയെ പുറത്തുവിട്ടാൽ കൂടുതൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി ചേർത്തിട്ടുള്ളത്. രഞ്ജിത്ത്, അതായത് ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പക്വതയുള്ള വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയാണ് ഷിംജിത. അപ്പോൾ ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായാൽ സ്വാഭാവികമായും ബന്ധപ്പെട്ട അധികാരികളോട് പരാതിപ്പെടുക എന്നുള്ള നിയമാനുസൃതമായ വഴി മുന്നിലുണ്ടായിട്ടും അത് ചെയ്തില്ല ഷിംജിത എന്ന കാര്യം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ തുടക്കം മുതൽ തന്നെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചൊരു വിഷയമുണ്ട്. എന്തുകൊണ്ട് ഷിംജിത ആ ബസ് ജീവനക്കാരോട് പോലും അല്ലെങ്കിൽ ആ ബസ്സിൽ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാരോട് പോലും തനിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞില്ല എന്നുള്ളത്. ആ വിഷയവും അടക്കം കോടതിയിൽ പരാമർശിക്കപ്പെട്ടില്ലേ? തീർച്ചയായിട്ടും നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയങ്ങളാണ്. അതിൽ ബസ് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ബസ് ജീവനക്കാർ പറയുന്നുണ്ട്, അന്ന് ആ ബസ്സിനകത്ത് പലരും കയറിയ കൂട്ടത്തിൽ ഇവരും ഉണ്ടായേക്കാം. കാരണം ഇവരുണ്ട് എന്ന് ശ്രദ്ധിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടൊന്നും അവിടെ നടന്നിട്ടില്ല. ഒരു പരാതി ഉണ്ടാവുകയോ ഒരു ബഹളം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു വാക്കേറ്റം ഉണ്ടാവുകയോ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ദേഹോപദ്രവം സംഭവിക്കുമ്പോൾ ശരീരത്തിൽ തൊട്ട് ലൈംഗികപരമായി അവരെ ഉപയോഗിച്ചു എന്ന് തോന്നുമ്പോൾ ആ രീതിയിൽ പ്രതികരിച്ച് അവിടെ ഒരു ബഹളം ഉണ്ടാക്കുകയോ ആരോടെങ്കിലും പരാതി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇവരുടെ പേരുകളും ഇവരുടെ ഡീറ്റെയിൽസും ഒക്കെ ഒരുപക്ഷെ ബസ് ജീവനക്കാർക്ക് അറിയാമായിരുന്നു. ബസ് ജീവനക്കാർ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും അസ്വാഭാവികമായി
ബസ്സിൽ വെച്ച് സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും അത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. അങ്ങനെ പരാതി കൊടുക്കാൻ പോലുമുള്ള തരത്തിൽ ഒരു അസ്വാഭാവിക സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് ബസ് ജീവനക്കാർ പറയുന്നു. അതോടൊപ്പം തന്നെ ആ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഇൻസ്പെക്ടർ അരുൺ പരിശോധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രാഥമികമായ പരിശോധനയിൽ അങ്ങനെ അസ്വാഭാവികമായി ഷിംജിത ആരോപിക്കുന്ന തരത്തിൽ ഒന്നും ആ ബസ്സിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് ആരോടെങ്കിലും പരാതി പറയുക. ആരോടെങ്കിലും എന്നുള്ളതല്ല, ഒരു പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുക്കേണ്ടത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ സ്വന്തം വീടിരിക്കുന്ന വടകര ഭാഗത്തോ അല്ലെങ്കിൽ ഈ സംഭവം നടന്ന പയ്യന്നൂരിലോ കണ്ണൂരിലോ എവിടെയെങ്കിലും ഒരു പരാതി കൊടുത്തിട്ടുള്ളതായിട്ട് അറിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം അതൊരു വ്യാജമാണ്. ഈ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക ഷിംജിതയുടെ ആരോപണം പൂർണ്ണമായും വ്യാജമായിരുന്നു. ഷിംജിത ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പങ്കുവച്ച വീഡിയോകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ വീഡിയോ ആണ്. ആ വീഡിയോ മൂലം മാനഹാനി സംഭവിക്കുമെന്ന് ഷിംജിതയ്ക്ക് അറിയാമായിരുന്നു. എന്നിട്ടും അത്തരത്തിലൊരു വീഡിയോ ചെയ്തു എന്നുള്ളത് ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുന്ന കാര്യമാണ് എന്നുകൂടി നമുക്ക് റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. രഞ്ജിത്ത്, അതാണ് സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി, സ്വന്തം സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി മറ്റൊരാളുടെ വ്യക്തിത്വത്തെയോ അദ്ദേഹത്തിന്റെ ആത്മാഭിമാനത്തെയോ മാനിച്ചില്ല എന്ന ഒരു തരത്തിലാണ് ഷിംജിതയുടെ ഈ കുറ്റകൃത്യത്തെ അല്ലെങ്കിൽ ഷിംജിത ഈ റീൽ ചിത്രീകരിച്ച പ്രവൃത്തിയെ ഇപ്പോൾ നിയമം നോക്കിക്കാണുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഷിംജിതയ്ക്ക് തന്നെ വിനയായത് 7 വീഡിയോയാണ് ഷിംജിത ചിത്രീകരിച്ചത്. അതും വിവിധ ആംഗിളുകളിൽ നിന്ന് പലതരത്തിൽ എഡിറ്റ് ചെയ്തിട്ട ഒരു വീഡിയോ. ഒരു പെൺകുട്ടി സ്വാഭാവികമായും ഒരു ദുരനുഭവം നേരിടുമ്പോൾ ഇത്തരത്തിൽ 7 വ്യത്യസ്ത തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിച്ച് ഒരു റീൽസ് ഇടുമോ എന്നുള്ള ചോദ്യമൊക്കെ പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷെ അത്തരത്തിൽ നമുക്ക് ആ പെൺകുട്ടി ഒരു ദുരനുഭവം നേരിട്ടാൽ അത്തരത്തിൽ റീൽസ് ചിത്രീകരിക്കുകയില്ല, അല്ലെങ്കിൽ അത് പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരികയില്ല എന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ഷിംജിതയ്ക്ക് വിനയായത് ഈ 7 വീഡിയോകൾ ചിത്രീകരിച്ച് അത് കോർത്തിണക്കി ഒരു റീൽസായി പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട അത്തരത്തിലൊരു റീൽസ് ചിത്രീകരിച്ച വിഷയമല്ലേ, എഡിറ്റ് ചെയ്തൊരു റീൽസ് പോസ്റ്റ് ചെയ്ത വിഷയമല്ലേ? തീർച്ചയായിട്ടും ആരോപണങ്ങളുടെ പ്രധാനപ്പെട്ട ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അക്കാര്യത്തിൽ സൂചനകളൊന്നുമില്ലെങ്കിലും നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന കാര്യം സമൂഹത്തിൽ വലിയ തോതിൽ ഇതിൽ പ്രതികരണം ഉണ്ടാക്കിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളെ വലിയ കാര്യമായിട്ടാണ്, സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഓരോ പോസ്റ്റുകളും ഓരോ കണ്ടന്റുകളും വളരെ ഗൗരവത്തോടുകൂടി ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാലഘട്ടം എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിലെ കണ്ടന്റുകളെ സമൂഹം ഏറ്റെടുക്കുന്നതാണ്. അത് ഈ ഇൻഫ്ലുവൻസർ കൂടിയായിട്ടുള്ള ഈ യുവതിക്ക് അക്കാര്യം അറിയാം. പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാഭ്യാസമുള്ള ഈ പെൺകുട്ടിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ അറിയുന്ന ഒരു പെൺകുട്ടി അവൾക്കുണ്ടായിട്ടുള്ളൊരു അനുഭവം ലൈവായി ജനങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നില്ല. അതിൻ്റെ ഓരോ ആംഗിളുകൾ ചിത്രീകരിച്ച് അതൊരു റീൽസാക്കി അതിൽ എഡിറ്റിംഗ് വരുത്തി അത് പങ്കുവെക്കുന്നതിന് തൊട്ട് മുമ്പ് ഇക്കാര്യം പോലീസിന് ഷെയർ ചെയ്തിരുന്നോ, അല്ലെങ്കിൽ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു പരാതി ഉണ്ടായിരുന്നോ, ഇക്കാര്യം റീൽസാക്കി ഇടുന്നതിന് മുൻപ് ഏതെങ്കിലും തരത്തിൽ പരാതികൾ കൊടുത്തിരുന്നോ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ചോദിക്കുന്നത്. ആ ചോദ്യമാണ് സമൂഹവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല ഇതിൽ പ്രാഥമികമായി തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് ഈ റീൽസിൽ പറയുന്ന തരത്തിൽ ഈ പെൺകുട്ടി ആരോപിക്കുന്ന തരത്തിൽ എന്തെങ്കിലും മോശമായ പെരുമാറ്റം ദീപകിന്റെ ഭാഗത്തുനിന്നുണ്ടായതായി ആ ബസ്സിനകത്തുള്ള CCTVയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ CCTVയിൽ കാണുന്നത് ഈ ബസ്സിനകത്തേക്ക് ഇരുവരും കയറുകയും സ്വാഭാവികമായി രണ്ടുപേരും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ്. ഒരു മുഖഭാവം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ എന്തെങ്കിലും അസ്വാഭാവികത ഇരുവർക്കും ഉണ്ടായിട്ടുള്ളതായി തെളിവുകളില്ല, അല്ലെങ്കിൽ CCTVയിൽ വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്. അപ്പോൾ പ്രാഥമികമായി തന്നെ ആ വീഡിയോ മുഴുവൻ വ്യാജമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കാവുന്നതാണ്. ആ വീഡിയോ ചിത്രീകരിച്ച് വീഡിയോയിലൂടെ പറയുന്ന ആരോപണങ്ങളെ തെളിയിക്കത്തക്ക രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രാഥമിക അന്വേഷണത്തിൽ ഈ യുവതിയുടെ ആരോപണത്തെ സാധൂകരിക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും VS രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിതയുടെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ട്. വളരെ ഗുരുതരമായ പരാമർശങ്ങളാണ് ഷിംജിതയ്ക്ക് എതിരെ ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ബസ്സിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ لا
ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.